സോളോ ലെവലിംഗ് എപ്പിസോഡ് 9 തുടങ്ങുമ്പോൾ ജിൻവുവും ഗ്യാങ്ങും ഡഞ്ചൻ്റെ ഉള്ളിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂടെയുള്ള ക്രിമിനൽസും നല്ല രീതിക്ക് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ക്രിമിനൽസ് അല്ലായിരുന്നെങ്കിൽ ഇവർ നല്ല ഹണ്ടേഴ്സ് ആയിരുന്നേനെ. ഗോബ്ലിൻസിനെ എല്ലാം തോൽപ്പിച്ച് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വഴി 3 ഡിവൈഡ് ആവുന്നു. അതുകൊണ്ട് 3 ഗ്രൂപ്പായിട്ട് പോകാൻ തീരുമാനിക്കുന്നു. ഗ്യാങ് ക്രിമിനൽസിന്റെ കൂടെയാണ് പോകുന്നത്. കാരണം അവർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ കീഴ്പ്പെടുത്താൻ കൂടിയാണ് ഗ്യാങ് വന്നിട്ടുള്ളത്. ജിൻവുവിന് അവൻ്റെ പെർസെപ്ഷൻ അബിലിറ്റി കൂടിയിട്ടുള്ളത് കൊണ്ട് ഏത് വഴിയിലാണ് ബോസ് ഉള്ളതെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ആ വഴിയെ പോകും. കിമ്മും പിന്നെ മറ്റേ ആളും ഒരുമിച്ച് പോകും. അതിനിടയ്ക്ക് വെച്ച് കിം പറയുന്നുണ്ട്, ഈ റെയ്ഡ് അവസാനിക്കുമ്പോൾ ഞാൻ ജിൻവുവിനോട് മാപ്പ് പറയും. ഹണ്ടേഴ്സ് ആയിരുന്നിട്ട് പോലും കൂടെയുള്ള ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ആളിനെ സഹായിക്കാതെ മരിക്കാൻ വേണ്ടി ഉപേക്ഷിച്ചിട്ട് പോയ ആൾക്കാരാണ്. അതിൻ്റെ കുറ്റബോധം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. അതിനുശേഷം വരുന്ന സീനിലാണ് ഗ്യാങ്ങിൻ്റെ ശരിക്കുമുള്ള ഉദ്ദേശം പുറത്തു കാണിക്കുന്നത്. ഈ 3 ക്രിമിനൽസും ഒരു പെൺകുട്ടിയെ അസോൾട്ട് ചെയ്ത കുറ്റത്തിനാണ് ജയിലിൽ പോയത്. ആ പെണ്ണിൻ്റെ അച്ഛൻ ഇവരെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിട്ടാണ് ഗ്യാങ് ഇവന്മാരെയും കൊണ്ടുവന്നത്. പക്ഷേ ഇവരെ കൊല്ലുന്നത് ഇവർ രണ്ടുപേരും കൂടി കണ്ടുകൊണ്ട് വരും. അങ്ങനെ ഗ്യാങ് അവരെയും കൊല്ലും. ഇവന് മോൺസ്റ്റേഴ്സിനെ കൊല്ലുന്നതിനേക്കാൾ മനുഷ്യരെ കൊല്ലുന്നതിലാണ് എക്സൈറ്റ്മെന്റ്. അതുമാത്രമല്ല, ഓരോരുത്തരെയും എൻജോയ് ചെയ്താണ് കൊല്ലുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റയടി കൊല്ലുന്നില്ല. ജിൻവു അവിടെ എത്തുമ്പോഴേക്കും കിം മരിക്കാറായി കിടക്കുകയാണ്. ഉള്ള ജീവന്റെ ബലത്തിൽ അയാൾ ജിൻവുവിനോട് ക്ഷമ ചോദിക്കും. അതിനുശേഷം മരിക്കും. അപ്പോഴേക്കും ഗ്യാങ് ജൂഹിയെ കൊല്ലാൻ വേണ്ടി അറ്റാക്ക് ചെയ്യും. കാരണം അവൾ ഹീലർ ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെ ഹീൽ ചെയ്യാനും അവരുടെ പവർ എൻഹാൻസ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അവന്റെ അറ്റാക്ക് ജിൻവു ഈസി ആയിട്ട് തന്നെ ബ്ലോക്ക് ചെയ്യുന്നു. ജിൻവുവിന്റെ പവറിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തന്നെ മിസ്റ്റർ സോങ് ഗ്യാങ്ങിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. ഗ്യാങ് ഒരു ഹയർ റാങ്ക് ആയതുകൊണ്ടും സോങ്ങിനേക്കാളും ഫാസ്റ്റ് ആയതുകൊണ്ടും അയാൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ജിൻവു ഫൈറ്റിലോട്ട് എൻ്റർ ചെയ്യുന്നത്. ജിൻവുവിന്റെ പവർ കണ്ട് ഗ്യാങ് പോലും ഞെട്ടും. കാരണം അവനൊരു അസാസിൻ ടൈപ്പ് ഹണ്ടറിനെ പോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം മാജിക് യൂസറിനെ പോലെ സ്വന്തം ശരീരം ഹീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്യാങ്ങിന് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി പോകും. ഫൈറ്റിനിടയ്ക്ക് ഗ്യാങ് അവന്റെ സ്റ്റെൽത്ത് എന്ന് പറയുന്ന പവർ ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ ചുരുക്കം അസാസിൻ ഹണ്ടേഴ്സിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും അവന്റെ ബ്ലഡ് ലെസ്റ്റ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ജിൻവുവിന് അവനെ സെൻസ് ചെയ്യാൻ പറ്റും. അവസാനം ജിൻവു അവന്റെ മർഡറസ് ഇന്റന്റ് ഉപയോഗിച്ച് ഗ്യാങ്ങിനെ കീഴ്പ്പെടുത്തും. എന്നിട്ട് കത്തി കൊണ്ട് കുത്തും. ഗ്യാങ് മരിച്ചു കഴിയുമ്പോൾ ജിൻവുവിന് ലെവലപ്പ് ആയതിന്റെയും റിവാർഡ് കിട്ടിയതിന്റെയും നോട്ടിഫിക്കേഷൻസ് വരും. അതിൽ സ്റ്റെൽത്ത് എന്ന് പറയുന്ന റൂൺ സ്റ്റോൺ കിട്ടിയതായിട്ടും പറയുന്നുണ്ട്. സ്റ്റെൽത്ത് കുറച്ചു മുൻപ് ഗ്യാങ് ഉപയോഗിച്ചതാണ്. അതിന് ജിൻവുവിന് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഹണ്ടേഴ്സ് അസോസിയേഷനിൽ നിന്നും ഗു ചിൻഹുൾ എന്ന് പറയുന്ന ആൾ ഇവരെ കാണാൻ വരുന്നുണ്ട്. ഇയാൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എയർ റാങ്ക് ഹണ്ടറാണ്. ഗ്യാങ്ങിനെ ആരാണ് തോൽപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ മിസ്റ്റർ സൺ പറയും, ഞാനാണ് തോൽപ്പിച്ചത്. ജൂഹി അവളുടെ ഹീലിംഗ് മാജിക് ഉപയോഗിച്ച് എന്നെ സഹായിച്ചിരുന്നു. ജിൻവുവിന്റെ സീക്രട്ട് പുറത്തറിയാതിരിക്കാൻ വേണ്ടിയാണ് അയാൾ ഇങ്ങനെ പറഞ്ഞത്. ജീവൻ രക്ഷിച്ചതിനുള്ള പ്രതിഫലമായിട്ട് കൂട്ടിയാൽ മതിയെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകും. അതെല്ലാം കഴിഞ്ഞ് ജിൻവുവും ജൂഹിയും ഒരു പാർക്കിന്റെ സൈഡിൽ ഇരിക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് തീരുന്നത്. എന്തായാലും നല്ലൊരു എപ്പിസോഡായിരുന്നു. ഇനി 3 എപ്പിസോഡ്സും കൂടിയായിരിക്കും ഉണ്ടാവുക. അതിലിനി എന്തൊക്കെ ഉൾപ്പെടുത്തുമെന്ന് അറിയില്ല. ഇപ്പോൾ തന്നെ മാൻവയിൽ നിന്നും കുറച്ചൊക്കെ ഡിഫറൻ്റ് ആയിട്ടാണ് സീരീസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ നോവലിനോട് ആക്യുറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.